മലപ്പുറത്തേക്ക് പോകാം. അവിടെ നിന്ന് ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് 16-കാരൻ മൊഴി നൽകിയിരിക്കുന്നു. ആളൊഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആൺകുട്ടി ഈ കുറ്റിക്കാട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. കൈയും കാലും കൂട്ടിക്കെട്ടി പീഡിപ്പിച്ചു. കൊലപാതക ഉപയോഗിക്കുന്നതാണ്. ഈ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയും ഭയാനകമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. 9ാം ക്ലാസ്സുകാരിയെ +2 വിദ്യാർത്ഥിയായ കാമുകൻ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ വാർത്തയാണ്. അനിയത്തിയുടെ കൂടെ പതിവ് പോലെ സ്കൂളിൽ പോയ മോള് സ്കൂളിന്റെ കവാടം വരെ എത്തിയിട്ടുണ്ട്. അത് CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമായിട്ട് തിരിച്ചു വന്നില്ല. ഏതോ നമ്പറിന്ന് വിളിച്ചു, ഞാൻ അമ്മയുടെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ വീട്ടിലും എത്തിയില്ല. വിളിച്ച നമ്പറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ആരും എത്തിപ്പെടാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു കുറ്റിക്കാട്ടില് യൂണിഫോം ധരിച്ച മോള് കൊല്ലപ്പെട്ട് കിടക്കുന്ന രംഗമാണ് കണ്ടത്. +2 വിദ്യാർത്ഥിയായ കാമുകനെ പോലീസ് ചോദ്യം ചെയ്തു. അവന് കുറ്റം സമ്മതിച്ചു. ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞതാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കാൻ ആദ്യമായിട്ട് പറയാനുള്ളത് രക്ഷിതാക്കളോടും അധ്യാപകരോടുമാണ്. മനസ്സിലായിക്കോളൂ, രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. പല കാരണങ്ങളാലും നമ്മുടെ മക്കള് പല ദിവസങ്ങളിലും ക്ലാസ്സുകൾ കട്ട് ചെയ്യാറുണ്ട്, ക്ലാസ്സിലേക്ക് പോവാറില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ അമ്മമാര്, പ്രത്യേകിച്ച് മാതാവ് സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് പോയിട്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ഉമ്മ ഇന്നത്തെ ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങള് ആ മാതാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ദിവസം അവിടെ തങ്ങും. പിറ്റേ ദിവസം സ്കൂള് കുട്ടികൾക്ക് മിസ്സാവും. ഈ എന്ത് കാരണം ടീച്ചറോട് പറയണം എന്ന് വേവലാതിപ്പെട്ടിട്ട് മടി കാരണം, ചമ്മല് കാരണം പല മാതാവും അധ്യാപകരെ വിളിച്ച് പറയാറില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് കാരണം കൊണ്ടാവട്ടെ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നില്ല എങ്കിൽ ആ രക്ഷിതാവ് അതാത് ക്ലാസ് ടീച്ചറെ വോയിസിൽ, ടൈപ്പിംഗ് മെസ്സേജ് അല്ല, വോയിസിൽ അവരെ അറിയിക്കണം, ഇന്ന കാരണത്താലാണ് എൻ്റെ കുട്ടിയെ എന്ന് ക്ലാസ്സിൽ വിടാത്തത്. ഇത് സ്ഥിരമാവുമ്പോൾ പിന്നീട് ഒരിക്കൽ നമ്മുടെ കുട്ടിയെ ക്ലാസ്സിൽ കണ്ടില്ലെങ്കിൽ അതാത് ക്ലാസ് ടീച്ചർ തിരിച്ചിങ്ങോട്ട് വിളിക്കും. എന്തായിരുന്നു കുട്ടി വരാത്തത്? ലീവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഇത്തരം ചതിക്കുയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസിന്റെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് ആ മക്കളെ പിടിക്കാൻ, അവരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വീടുകളിലും CC ക്യാമറ സ്ഥാപിച്ചൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ മക്കൾ ആരുടെ കൂടെ പോയി, ഏത് ഭാഗത്തേക്ക് പോയി, എപ്പോ പോയി എന്നെല്ലാം സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താനും ആ മക്കളെ രക്ഷപ്പെടുത്താനും സാധിക്കും. അതോടൊപ്പം അധ്യാപകരോട് പറയാനുള്ളത്, നിങ്ങളുടെ കൺമുമ്പിലിരിക്കുന്ന, നിങ്ങളുടെ ക്ലാസ് റൂമിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ എത്തിയില്ല എങ്കിൽ, ലീവും വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ആ അധ്യാപകരെ ഓൺ ദ സ്പോട്ടിൽ തന്നെ, രക്ഷിതാക്കളെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ, എന്താണ് കാരണം എന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ നിങ്ങളാലും സാധിക്കുമെന്നൊരു കാര്യം ഓരോ രക്ഷിതാക്കളും അധ്യാപകരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് മക്കളോടാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്കും 4 മക്കളുണ്ട്, ഞാനൊരു രക്ഷിതാവാണ്. ആയതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രയാസത്തിലും പെട്ടുപോകരുത് എന്ന്, നിങ്ങൾക്ക് കുറവും ഉണ്ടാവരുത് എന്ന്, നിങ്ങളുടെ ആപത്തിലും പെട്ടുപോകരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും വേവരാതിപ്പെടുന്നതൊക്കെ
നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അധ്യാപകരും. നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആരുടെ ഭാഗത്തിൽ നിന്നും എൻ്റെ മാതാപിതാക്കളെക്കാളും ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ച് ഇറങ്ങി തിരിക്കുന്ന മക്കൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ നൽകുന്ന ഉപദേശങ്ങൾ നിങ്ങൾക്കത് വെറുപ്പാണ്. അത് നിങ്ങൾക്ക് ഒരു അലോസരം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഏതെങ്കിലും ഒരുത്തന്റെ സൗമ്യമായ പെരുമാറ്റം കാണുമ്പോൾ, സ്നേഹം നിറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയാതെ വീണു പോകുന്ന ചതിക്കുഴി നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകരുത്. ഈ മോളും അതുപോലെ ഒരു പ്രണയത്തിൽ കുടുങ്ങിയതാണ്. ഇഷ്ടകാമുകന്റെ കൂടെ അവനെ വിളിച്ചപ്പോ ക്ലാസ് കട്ട് ചെയ്തിട്ട് മാതാപിതാക്കളെ പോലും വഞ്ചിച്ചിട്ട് ഇറങ്ങിപ്പോയ ഒരു മോൾക്ക് അവസാനം സംഭവിച്ചത് ഇത്രയും ദാരുണമായ സംഭവമാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ തേടിയും ഒരുപാട് കഴുകക്കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് ലഹരി മാഫിയ വിളയാടുന്ന കാലമാണ്. ഒരുപാട് മക്കള് ലഹരിക്കടിമയാണ്. സ്വബോധത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അബോധത്തിൽ ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് അവിടെ നീട്ടി വളർത്തിയ മുടി കണ്ടിട്ടോ, അവർ ധരിച്ച വേഷം കണ്ടിട്ടോ അവരിലേക്ക് ആകർഷണം ഉണ്ടായിട്ട് അവരിലേക്ക് അവർ പറയുന്നതെല്ലാം കേട്ട് അവരുടെ സ്വന്തം ആളായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇത്തരം ചതിക്കുഴികൾ പതുങ്ങിയിരിപ്പുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ കൗമാര പ്രായത്തില് വയലാറിന്റെ ഒരു കവിതയുണ്ട്, വികാരം മുമ്പേ കുതിക്കും അന്ന് വിചാരം പിൻപേ നടക്കും. ഈ കൗമാരകാല ഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എതിർലിംഗത്തോട് ആകർഷണം തോന്നുന്ന ഒരു സമയമാണ് കൗമാരം. മറ്റുള്ള ദുഷിച്ച ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. പല വികാരങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ സമയത്ത് വിചാരം അഥവാ പഠിക്കണം എന്നുള്ള മൈൻഡൊക്കെ മാറി നിൽക്കും. അത് മന്ദേ നടക്കുള്ളൂ. വികാരം മുൻപേ കുതിക്കും. ആയതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരു 20-21 വയസ്സ് വരെ ഇത്തരം ചതിക്കുഴികളിൽ ആരുടെ പ്രലോഭനങ്ങളിലും വീണു പോവാതെ നിങ്ങൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളെ ഒരു ചതിക്കുഴിയിലും പെടുത്താൻ സാധിക്കില്ല. പല മക്കളും പെട്ടുപോകുന്നത് ഈ കൗമാര പ്രായത്തിലാണ്. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്. നിങ്ങൾ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് പല മക്കളും ട്യൂഷന്റെ പേര് പറഞ്ഞ ട്യൂഷനാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടില് വിവാഹമാണ്, വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പല ചെക്കന്മാരുടെ പല പയ്യന്മാരുടെ കൂടെ പല സ്ഥലത്തും കറങ്ങി നടക്കുന്ന നിരവധി കാഴ്ചകളാണ് പലയിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് പറയാനുള്ളത്, പെൺകുട്ടികളാണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് തകർത്ത് കളയരുത്. നിങ്ങളിൽ ഒരുപാട് സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ ജീവിക്കുന്ന മാതാപിതാക്കളെ സമൂഹത്തിന്റെ മുമ്പില്, കുടുംബത്തിന്റെ മുമ്പില് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.